ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ആ മണ്ണിലേക്ക്, കണ്ണൂരിന്റെ കൊട്ടിയൂരിലേക്ക്, ദക്ഷന്റെ യാഗഭൂമിയിലേക്ക് ഞാനൊരു യാത്ര പോയി. വൈശാഖ മാസത്തിൽ മാത്രം പ്രവേശനം അനുവദിക്കുന്ന ആ വനഭൂമിയിലേക്ക് ബാവലിപ്പുഴ മറികടന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് ഞാനും ഒടുവിൽ എത്തിച്ചേർന്നു. മുട്ടൊപ്പം ഒഴുകി നിൽക്കുന്ന തിരുവഞ്ചിറയിലൂടെ നടന്ന് മണിത്തറയിലെത്തി സ്വയംഭൂവായ ശിവലിംഗ പ്രതിഷ്ഠ നോക്കി കണ്ണടച്ച് കൈകൾ കൂപ്പി ഏറെ നേരം മൗനമായി നിന്ന്. പത്നിവിയോഗത്തിന്റെ കോപവും ദുഃഖവും കൊണ്ട് മഹാദേവൻ അതിഭയങ്കരനായ രുദ്രനായി മാറിയെന്നും ഭൂതഗണങ്ങളോടൊപ്പം സർവസംഹാരം നടത്താൻ തുനിഞ്ഞ ഭഗവാനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നും കഥയുണ്ട്. ആ കഥയുടെ വിശ്വാസത്തിൽ ഓം നമോ നാരായണ മന്ത്രം ജപിച്ചാണ് മഹാദേവനെ വണങ്ങുന്നത്. അങ്ങനെ വണങ്ങി കൊട്ടിയൂരിൽ നിന്ന് മഹത്തായ ദർശനം കിട്ടി ഓടപ്പൂവും വാങ്ങി ഞാൻ തിരികെ വീട്ടിലേക്ക് യാത്രയായി. ഇനി ഒരു കൊല്ലം കാത്തിരിക്കണം.